ഇതിന് മുന്നത്തെ 1-2 വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നല്ലോ ഉണ്ണിക്ക് ആദ്യ കുർബാനയുടെ ക്ലാസ്സൊക്കെ ഉണ്ട്, ഉണ്ണിയുടെ ആദ്യ കുർബാന നടത്തുന്നുണ്ടെന്ന്. അപ്പം നമ്മളങ്ങനെ ഉണ്ണിയുടെ ആദ്യ കുർബാനയ്ക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പം നമ്മൾ തൃശ്ശൂർ പോയി എടുക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത്. അവിടെ ഭാവനയിലോ പുളിമൂട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും പോയി എടുക്കാം, നമുക്ക് നേരെ തൃശ്ശൂരിന് പോകാമെന്നൊക്കെയായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ എല്ലാം അവസാന ഘട്ടത്തിലാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരും. അങ്ങനെ ഗുരുതരമായ ഓരോ പ്രശ്നങ്ങൾ കാരണം നമ്മളിൽ അവസാന നിമിഷം ഈ ആഴ്ച തന്നെയാണ് ആദ്യ കുർബാന, എന്നിട്ട് ഈ ആഴ്ചയാണ് പോയിട്ട് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പം നമുക്ക് തൃശ്ശൂർ വരെയൊന്നും പോകാൻ പറ്റില്ല. അതും ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. മഴക്കാലവും തുടങ്ങി, ഇപ്പോൾ വേനൽക്കാലമൊക്കെ മാറി മഴക്കാലം ആയല്ലോ. അപ്പോൾ വിശന്നിട്ട് കണ്ണു കാണാൻ പറ്റാത്ത കാരണം നമ്മൾ വേഗം തന്നെ ഹോട്ടലിൽ കയറിയതാണ്. പിള്ളേർക്കൊക്കെ വിശന്നിട്ട് ഒട്ടും വയ്യ. ഞാൻ കുളിച്ചിട്ട് വന്ന കാരണം എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. എനിക്ക് ഈ ഒരാഴ്ചയായിട്ട് ഉണ്ണിയുടെ ആദ്യ കുർബാന അടുക്കും തോറും എനിക്ക് ഉറക്കമൊന്നുമില്ല. രാത്രിക്കാണ് ഞാൻ പിള്ളേരെയൊക്കെ കിടത്തി ഉറക്കിയിട്ടാണ് ഇവിടെ വീട്ടിലെ ഓരോ പണികൾ ചെയ്യുന്നത്. അത് കാരണം എനിക്കാണെങ്കിൽ കുളിച്ചിട്ട് വന്ന കാരണം ഉറക്കം വന്നിട്ട് പാടില്ലായിരുന്നു, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ കുറേ ഉറങ്ങി തൂങ്ങി, ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് അവശതയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വിശന്നു, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ട വേണമെന്ന് പറഞ്ഞു, ബിരിയാണി അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പൊറോട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങനെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി തന്ന് പൊറോട്ടയും ബീഫൊക്കെ കൂടെ കൂട്ടി കഴിച്ചിട്ട് പല്ലി കുത്തിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് മണ്ണാർക്കാടിനാണ് കേട്ടോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ വരെ പോകാനുള്ള സമയം നമുക്കുള്ളൂ. അപ്പോൾ ഏകദേശം കണ്ടോ രാത്രിയായി, ഏകദേശം സന്ധ്യയായി, രാത്രി ഉടനെ തന്നെയാവും. മഴ വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും, നല്ല മൂടി കാർമേഘമൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ പോയത് ഇങ്ങോട്ടാണ്, പുലരിയിലോട്ടാണ് കേട്ടോ പോയത്. അവിടെയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും പണ്ട് മുതലേ ഇങ്ങനെ ആദ്യ കുർബാനയുടെയും ഒക്കെ വരുന്നതാണല്ലോ ഡ്രസ്സ്. അപ്പോൾ അത് കാരണം അങ്ങോട്ട് പോയി. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു കളക്ഷനൊന്നും ഉണ്ടാവില്ലെന്ന്, കാരണം മിക്ക പള്ളിയിലെയും ആദ്യ കുർബാന കഴിഞ്ഞു. നമ്മളിതൊക്കെ ആദ്യമേ പോയി എടുത്താലല്ലേ ഫസ്റ്റത്തെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് എല്ലാവരും എടുത്തു കഴിഞ്ഞ് ഉപേക്ഷിച്ച് ഡാമേജ് ആയതും ആർക്കും ഇഷ്ടപ്പെടാത്തതും അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും മിക്കവാറും എല്ലാ കടയിലും ഉണ്ടാവുക. കാരണം ലാസ്റ്റ് വീക്കായി ആഴ്ചയുടെ മാസത്തിൻ്റെ. അപ്പോൾ എല്ലാ പള്ളികളിലെയും ആദ്യ കുർബാന കഴിഞ്ഞു. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും പോയി എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ അവിടെ പോയി, അവിടെ കുറേ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നു. ആദ്യം ഇവിടുന്ന് തന്നെ എടുക്കാമെന്നൊക്കെ നമ്മളങ്ങനെ വിചാരിച്ചു. അങ്ങനെ കുറേ ഉടുപ്പുകളൊക്കെ തപ്പി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഫുൾ കൈ വെച്ചിട്ടുള്ളതും ഒരു മുക്കാ കൈയും ഒക്കെ ആണല്ലോ. പക്ഷേ എനിക്കെന്തോ അതിനോട് ഇഷ്ടമല്ല. എനിക്ക് കുഞ്ഞ് കൈ വെക്കുന്ന ഈ പഫ് പോലത്തെ ചെറിയ കൈ വെക്കുന്നതാണ് എനിക്കിഷ്ടം. എന്നിട്ട് ഗ്ലൗസ് ഇടാനായിരുന്നു എനിക്കിഷ്ടം. അപ്പം ഞാൻ നേരത്തെ അങ്ങനെ വിചാരിച്ചു. ഉണ്ണിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. ഇങ്ങനെ വലിയ കൈ വെക്കുന്ന ഇഷ്ടമല്ല. ഒരുപാട് തിളക്കമുള്ളതൊന്നും വേണ്ടാതെ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ അവിടുന്ന് ഉണ്ടായിരുന്നൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് വന്നു. പിന്നെ അതെല്ലാം ഇങ്ങനെ വെച്ച് നോക്കി ഇട്ട് നോക്കിയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് നെറ്റ് ആ പൂ വെച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തലയിൽ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഓരോന്ന് മാറി. അപ്പോൾ കുഞ്ഞാമിയും വന്ന് നോക്കുന്നുണ്ട് അവൾക്ക് വെച്ച് നോക്കാൻ വേണ്ടി. എൻ്റെ ആദ്യ കുർബാനയൊന്നും ആയിരുന്നെങ്കിൽ എന്നൊക്കെ കുഞ്ഞാമി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് മാറി വെച്ച് നോക്കുക. അതിൻ്റെ ഇടയിൽ ഞാനും ഒന്ന് വെച്ച് നോക്കി. ഞാൻ 2014 ഇങ്ങനെയൊന്ന് വെള്ളയുടുപ്പൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയതാണല്ലോ. അത് കാരണം ഞാനും അങ്ങനെ ഒന്ന് വെച്ച് നോക്കി. അങ്ങനെ കുറേ ഉടുപ്പുകൾ മൊത്തം എടുത്തിട്ടു കേട്ടോ. പക്ഷേ ഒരെണ്ണം എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചു. പക്ഷേ എനിക്ക് എന്തോ ഒരു സമാധാനക്കുറവുണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും ഒരു കടയിലും കൂടെ പോയി നോക്കാമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുഞ്ഞാമിക്ക് ഇതുപോലത്തെ ഒരു വൈറ്റ് ഡ്രസ്സ് മതി എന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു ഡ്രസ്സാണ് കേട്ടോ എടുത്തത്. പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന കൂട്ടുള്ള ഒരു ഡ്രസ്സാണ് എടുത്തത്, വൈറ്റിൻ്റെ തന്നെ എടുത്തത്. പിന്നെ എസക്കൂട്ടിനെ എടുത്തു, ജുബ്ബ പോലത്തെ വൈറ്റിൻ്റെ ജുബ്ബയാണ് കേട്ടോ അവൻ എടുത്തത്. പിന്നെ ചേട്ടായിക്ക് എടുത്തു, എനിക്കെടുത്തു, മമ്മിക്ക് എടുത്തു, ലിൻഡോയ്ക്ക്, അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും വീഡിയോ എനിക്കകത്ത് കാണുന്നില്ല കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇവൻ കച്ചറയും പിച്ചറയൊക്കെ ആയിരുന്നു. ഇതൊക്കെ തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചതാണേ. അപ്പം അവനെ ഈ ഡ്രസ്സൊക്കെ ഇടിച്ച് നോക്കുക. കുറച്ച് ഇടിക്കാൻ അവൻ സമ്മതിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അവനതെല്ലാം വലിച്ച് കുറച്ച് ദൂരെ കളഞ്ഞു. കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിയുടെ ഡ്രസ്സൊക്കെ, പിന്നെ രണ്ടാമത് വെള്ള ഉടുപ്പ് മാറിയിട്ട് ഒരു ഡ്രസ്സ് ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ റാണി പിങ്ക് കണ്ട ആ ഡ്രസ്സ് എടുത്തു കേട്ടോ. അതെടുക്കാമെന്ന് പറഞ്ഞാൽ അതെടുത്തു. പിന്നെ നമ്മൾ നേരെ പോയത് മുല്ലാസിലോട്ടാണേ. അവിടെ ചെന്ന് നോക്കി. അവിടുത്തെയും കളക്ഷൻ ഏകദേശം തീരാനായിരുന്നു. പിന്നെ ഇവക്ക് ഹൈറ്റ് ഉള്ളത് കൊണ്ട് കുറച്ചുണ്ടായിരുന്നു. കാരണം ഇത്രയും ഹൈറ്റുള്ളവർ അധികം പിള്ളേർ ഉണ്ടാവത്തില്ലല്ലോ. ഇവക്ക് നല്ല ഹൈറ്റ് അല്ലേ ഉണ്ണിക്ക്. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തു. അത്രയും മനസ്സിന് പിടിച്ച് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഉള്ളതിൽ വെച്ച് ഇഷ്ടപ്പെട്ടത് വെച്ച് അങ്ങ് എടുത്തു. അങ്ങനെ എടുത്തിട്ട് പോന്നു. പിന്നെ നമ്മൾ ചെരുപ്പ് നോക്കി. അവൾക്ക് ഹീലുള്ള ചെരുപ്പ് തന്നെ വേണമെന്ന് തോന്നി. അല്ലേ തന്നെ ഹൈറ്റാണ്. അതിൻ്റെ കൂടെ അവൾക്ക് ഹീലുള്ളതും കൂടി വേണമെന്നും പറഞ്ഞ്
അങ്ങനെ പറഞ്ഞു കാരണം എന്തായാലും ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ മേടിച്ചു കൊടുത്തു. പിന്നെ ഡ്രസ്സിന് ചേരുന്ന മാലയൊക്കെ വേണമല്ലോ, അപ്പോൾ അതും കൂടെ നമ്മൾ പോയി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫുള്ള് ഞങ്ങൾ വൈറ്റിലാണ്, ഞാനും ചേട്ടായും പിള്ളേരും എല്ലാം ഫുൾ വൈറ്റ് ഡ്രസ്സൊക്കെ മേടിച്ച് അതിന് ചേരുന്ന എല്ലാ സംഭവങ്ങളൊക്കെ മേടിച്ച് ഇതാ മണ്ണാർക്കാട് ഒരു മഴയൊക്കെ കഴിഞ്ഞ് പാതിരാത്രിയായിട്ടോ 11:30 എങ്ങാണ്ടായി നമ്മൾ അവിടുന്ന് പോകുന്നപ്പോഴത്തേക്ക്. അങ്ങനെ നമ്മൾ അവിടുന്ന് വേഗം ഡ്രസ്സൊക്കെ മേടിച്ച് എല്ലാം വാരി കെട്ടി പറക്കിയെടുത്ത് നമ്മൾ പോന്നിട്ടുണ്ട്. ഇനി ഇത് സത്യം പറഞ്ഞാൽ ഒരുപാട് താമസിച്ചാണ് നമ്മൾ ഷോപ്പിങ്ങിന് വന്നത്. ഒരുപാട് നേരമൊന്നും എടുത്തൊന്നുമില്ല, പക്ഷേ നമ്മൾ തിരക്ക് പിടിച്ച് എല്ലാം എടുത്ത കാരണം ഒരു സമാധാനക്കുറവുണ്ട് ഈ ഷോപ്പിംഗ് നടത്തിയതിനെ.